ഇന്നങ്ങനെ NSS ക്യാമ്പിൻ്റെ 3-മത്തെ ഡേ ആണ്. ഇന്ന് നമുക്ക് മെസ് ഡേ ആയിരുന്നു. അങ്ങനെ രാവിലെ 5 മണിക്ക് എണീറ്റ് അടുപ്പൊക്കെ കത്തിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. 5 മണിക്ക് എണീറ്റ് അടുപ്പ് കത്തിക്കാൻ നോക്കിയാലും കത്തിച്ച് വന്നപ്പോൾ 6 മണിയായി. അങ്ങനെ രാവിലെ എല്ലാവർക്കും എക്സർസൈസ് സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മെസ്സായതുകൊണ്ട് ഞങ്ങളാരും അതിൽ പങ്കെടുത്തില്ല. പിന്നെ ഉച്ചയ്ക്കും രാവിലെയും വൈകിട്ടും ഉള്ളതിനുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ അരിയുകയും പച്ചക്കറി അരിയുകയും ഓരോന്നിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ പാരലായിട്ട് അപ്പുറത്തെ പിള്ളേർ നമ്മുടെ അവിടുത്തെ ആ ഒരു ഗാർഡൻ ഏരിയയൊക്കെ സെറ്റാക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കാണാൻ ഞങ്ങൾക്ക് ടൈമില്ലായിരുന്നു. അങ്ങനെ രാവിലെ ഇന്ന് പുട്ടായിരുന്നു. അങ്ങനെ പുട്ടൊക്കെ കൊടുത്തു. പക്ഷേ ചെറിയ രീതിയിൽ പുട്ടൊന്ന് ഫ്ലോപ്പായി പോയി. എന്നാലും ഉച്ചയ്ക്കുള്ള ഫുഡ് പിടിക്കാന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ രാവിലെ ഒരു ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് നേരെ ഫുഡ് കൊടുക്കേണ്ട ടൈമായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഫുഡ് കൊടുക്കുമായിരുന്നു. ആ ടൈമിൽ ഈ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ചെറിയൊരു ക്രിഞ്ച് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതൊക്കെ കാണുമ്പോൾ നല്ലൊരു രസമാണ്. ഓരോ ഡേയും പുതിയതായിട്ട് എന്ത് ചെയ്യണം എന്നായിരുന്നു ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്ത് എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് കഴിച്ചത്. ചെറിയൊരു ഫുഡിൻ്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 3 മണിക്ക് വീണ്ടും അരിയിട്ട് ചോറുണ്ടാക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഉച്ച കഴിഞ്ഞ സെക്ഷൻ ഉണ്ടായിരുന്നു. വളരെ നല്ലൊരു സെക്ഷനായിരുന്നെന്നാണ് എല്ലാവരും പറഞ്ഞത്. മെസ്സായതുകൊണ്ട് ഞങ്ങൾക്കത് പങ്കെടുക്കാൻ പറ്റിയില്ല. ഇങ്ങനെ ക്ലാസ് എടുക്കാൻ വന്ന സാറിന് ചോറെല്ലാം കൊടുത്തു. പിന്നെ ഞങ്ങൾ വൈകിട്ട് വയണയിലപ്പം ഉണ്ടാക്കി. പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ രാത്രിയിലത്തേക്ക് ചപ്പാത്തി ആയിരുന്നു. പിന്നെ ഇത്രയും പേർക്ക് ചപ്പാത്തി ഉണ്ടാക്കണേ ഒരു 200-300 ചപ്പാത്തി ഉണ്ടാക്കണമായിരുന്നു. പക്ഷേ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് അത് സിമ്പിളായിട്ട് ഞങ്ങൾക്ക് നടന്നു. ഇച്ചിരി ചൂടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചുട്ടെടുക്കാൻ പറ്റി. ഏകദേശം 300-ൽ പരം ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കിയായിരുന്നു. അങ്ങനെ ചപ്പാത്തിയുടെ കൂടെ നമുക്ക് സോയാബീൻ കറിയായിരുന്നു. അങ്ങനെ എല്ലാവരും ചപ്പാത്തി ചുടുന്നതും പരത്തുന്നതും ഒക്കെ വീഡിയോ ആണ് നിങ്ങളീ കാണുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിള്ളേർ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാവർക്കും ചപ്പാത്തിയൊക്കെ കൊടുത്തു. അത്യാവശ്യം നല്ല രീതിയിലുള്ള ചപ്പാത്തിയും കറിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റ് കൾച്ചറൽ പ്രോഗ്രാം ആയിരുന്നു. അത്യാവശ്യം ആ ടീം നല്ല രീതിയിൽ തന്നെ കൾച്ചറൽ പ്രോഗ്രാം നടത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരു കുട്ടി ബൈ.